വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഈസി ടേസ്റ്റി ക്യൂസിൻ. അപ്പം എന്താ പറയുക, നമ്മളൊരു റൈസ് സീരീസ് ആയിട്ട് ചെയ്യാണ്. പലവിധமான റൈസ് പരിചയപ്പെട്ടുകൊണ്ടാണ് മുന്നോട്ട് പോകുന്നത്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിലൊക്കെ ലഞ്ച് കിറ്റിൽ നമുക്ക് വലിയൊരു പ്രോബ്ലം അല്ലേ. ഞാൻ എൻ്റെ മോൻ കൊണ്ടുവരുന്നത് ദോശയാണ്. അപ്പം അവന് ദോശ കൊണ്ടുവരാൻ യാതൊരു താല്പര്യം ഇല്ലായിരുന്നു. പിന്നെ ഞാൻ ശരിക്കും എനിക്ക് വയ്യാതിരുന്നതും കൊണ്ടാണ് ദോശയും മുട്ടക്കറിയും കൂടെ കൊണ്ടുപോയത്. അതുമല്ല, ആൾക്ക് ഉച്ചയ്ക്ക് ഞാൻ ഫുഡ് കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞപ്പം കളിക്കാൻ പോകണം, ഉച്ചയ്ക്ക് ലഞ്ച് ബ്രേക്ക് കിട്ടുമ്പം കളിക്കാൻ പോകണം എന്നുള്ളത് കൊണ്ട് തന്നെ അവൻ പറഞ്ഞു വേണ്ട എനിക്ക് ദോശ മതി പറഞ്ഞു. അപ്പൊ ഈ കുഞ്ഞുങ്ങൾക്ക് ഓരോ ദിവസം കൊണ്ടുവിടുക എന്നുള്ളത് കൊടുത്തു വിടുക എന്നുള്ളത് അമ്മമാരുടെ മുമ്പിൽ ഒരു വലിയ എന്താ പറയുക ചർച്ചാ വിഷയം തന്നെ. നമ്മൾ തലേദിവസമൊക്കെ ഓർത്ത് വെക്കുമല്ലോ. അപ്പൊ അതിന് ഒരു പരിഹാരമായിട്ട് ലഞ്ച് കിറ്റിൽ മാത്രമല്ല, നമുക്കിപ്പോ എന്നും ബിരിയാണി ഉണ്ടാക്കണ്ടല്ലോ. അപ്പൊ വ്യത്യസ്തമായ റൈസ് പാറ്റേൺസ് പരിചയപ്പെടാനും ഒരു 10 days സീരീസ് ആയിട്ട് ചെയ്യണമെന്നുണ്ട്. അത് മുടങ്ങാതെ ചെയ്യാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും എല്ലാ വീഡിയോസും കാണും എന്ന പ്രതീക്ഷയോടെ നമുക്ക് നമ്മുടെ കിച്ചണിലേക്ക് നമുക്ക് പോകാം. ഇവിടെ ഞാൻ കറുവപ്പട്ട എടുത്തിട്ടുണ്ട്, ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഏലക്ക എടുത്തിട്ടുണ്ട്, വളരെ കുറച്ച് മതി. പിന്നെ നമ്മൾ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് കാഷ്യൂനട്ട്സും പിന്നെ റേസിൻസും ഉണക്കമുന്തിരി അല്ലേ അതും ഉണ്ട്. പിന്നെ 4 സവാള എടുത്തിട്ടുണ്ട്, മീഡിയം സൈസിലാണ്. ഇത്രയൊക്കെ മതി. ഈ കപ്പിൽ 1 കപ്പ് അരിയാണ് എടുത്തത്, ബസ്മതി റൈസ് ആണ്. ഈ കപ്പിൽ തന്നെ 2 കപ്പ് തേങ്ങാപ്പാൽ എടുത്തു വെക്കണം കേട്ടോ. ഇവിടെ ഞാൻ തേങ്ങാപ്പാൽ ഏകദേശം ഒരു 3/4 തേങ്ങയോളം ഉണ്ട്, അതിൻ്റെ പാലാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ അരി നമുക്ക് നേരത്തെ കുതിർത്ത് വെച്ച് എടുക്കേണ്ട കാര്യമില്ല, നമുക്ക് അപ്പോഴും തന്നെ കഴുകി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ. മൈക്ക് ഇടയ്ക്ക് വെച്ച് ഓഫായി പോയിട്ടോ, അതുകൊണ്ട് തന്നെ വോയിസ് ഓവറേ നിവൃത്തിയുള്ളൂ. സാരമില്ല, നമുക്ക് പറ്റുന്ന പോലെ ചെയ്യാം. ഇടയ്ക്കൊക്കെ അങ്ങനെയല്ലേ ലൈഫിൽ. നമ്മൾക്ക് എടുത്തു വെച്ചിരിക്കുന്ന ഓനിയൻ ഇല്ല, അതൊരു നേർത്തതായിട്ട് അരിയാണ് കേട്ടോ. കാരണം പകുതി അതിൽ നമുക്ക് വറുക്കാനുള്ളതാണ്, പകുതി നമ്മുടെ ചോറിലിടാനുള്ളതാണ്. നമ്മളൊരു പാൻ വെച്ചിട്ട് അതിൽ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നു. സ്പൈസസ് എല്ലാം ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. കറുവാപ്പട്ട, നമ്മുടെ ഏലക്ക, അതുപോലെ ഗ്രാമ്പു, പിന്നെ നമ്മുടെ സവാളയിലെ പകുതി സവാള അതിട്ട് നല്ലപോലെ ഒന്ന് എന്താ പറയുക വഴണ്ടി അതിൻ്റെ അങ്ങ് ബ്രൗൺ നിറമൊന്നും ആവണ്ട, എന്നാലും ഒന്ന് വഴറ്റിയെടുക്കണം. അതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മൾ ആകെ 1.5 ടീസ്പൂൺ ഉപ്പായിട്ടോ ഉപയോഗിക്കുന്നത്. എന്നിട്ട് വേറൊരു പാനിൽ നമുക്ക് നമ്മുടെ പകുതി സവാള വറക്കാൻ വെക്കാം. കുറച്ച് എണ്ണ ഒഴിച്ചിട്ട്, വറക്കാൻ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. എണ്ണ ഒഴിച്ചിട്ട് കുറച്ച് 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നമുക്കത് വറക്കാൻ വെക്കാം. അത് അവിടെ ഇരുന്ന് ശരിയായിക്കോട്ടെ, റെഡി ആയിക്കോട്ടെ കേട്ടോ. അപ്പോഴത്തേക്കും ഇപ്പുറത്തെ നമ്മൾ ഉള്ളി വെച്ചിട്ടില്ലേ, സവാളയും എല്ലാം കൂടെ, അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന അരി ഇട്ട് കൊടുക്കുക. ഈ അരി ഒരു 3 മിനിറ്റോളം നല്ലപോലെ ഇളക്കി അതൊന്ന് അതിൻ്റെ എന്താ പറയുക ഒന്ന് വറക്കുമല്ല, എന്നാൽ ഒന്ന് വറുത്തെടുക്കുകയും വേണം. അത് കഴിഞ്ഞിട്ട് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ചിട്ട് ഈ സമയം നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക. ഈ സമയം നമുക്ക് ഇനിയിപ്പോൾ മഞ്ഞ കളറിൽ തന്നെ ചോറ് വേണമെന്നുള്ളവരാണെങ്കിൽ നിങ്ങൾക്കൊരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാവുന്നതാണ്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ പഞ്ചസാരയോട് ചേർക്കാം. ഞാൻ ഈ 2 കാര്യങ്ങളും സ്കിപ്പ് ചെയ്യുന്നുണ്ട്, കാരണം പാൽ പുലാവ് ആയതുകൊണ്ട് തന്നെ എനിക്ക് അത് വെള്ള കളറിലിരിക്കുന്നതാണ് എനിക്കിഷ്ടം. പിന്നെ പഞ്ചസാരയും ഞാൻ സ്കിപ്പ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ചിലപ്പം സഹിച്ചാൽ ചിലപ്പോൾ പഞ്ചസാര ചോറിൽ അങ്ങനെ ഇതാവുന്ന, എന്നാൽ 1/4 ടീസ്പൂൺ പഞ്ചസാരയ്ക്ക് അത്ര വലിയ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. അതുകൊണ്ട് ഞാൻ സ്കിപ്പ് ചെയ്തേക്കാണ്. പിന്നെ നമ്മളിത് തിളച്ച് കഴിഞ്ഞ ശേഷം വേണം ഇത് അടച്ചു വെച്ച് വേവിക്കാൻ. നിങ്ങളുടെ അരിയുടെ വേവ് അനുസരിച്ചാണ്. എനിക്കൊരു 10 to 15 മിനിറ്റ്സ് ആയപ്പോൾ തന്നെ എനിക്കൊരു 3/4 വേവ് ആയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഞാനൊരു 1/4 കപ്പ് വെള്ളം കൂടെ ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ പറഞ്ഞതുപോലെ തന്നെ നിങ്ങളുടെ അരിയുടെ വേവ് അനുസരിച്ച് നിങ്ങൾക്കത് പാകപ്പെടുത്താവുന്നതാണ്. 1/4 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് വീണ്ടും ഒന്ന് അടച്ചു വെച്ചിട്ട് ഒരു 5 മിനിറ്റ്സോളം വേവിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോഴത്തേനും നമ്മുടെ ഉള്ളി നല്ലപോലെ റെഡി ആയിട്ടുണ്ട്. അത് ഞാനൊരു വേറെ പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെ കാഷ്യൂനട്ട്സും റേസിൻസും കൂടെ വറുത്തിട്ട് അത് നമ്മൾ ഗാർണിഷ് ചെയ്യാൻ എടുക്കുമ്പോഴത്തേനും ഇതൊന്നും വേണ്ട, നെയ്യൊന്നും ചേർക്കേണ്ട. നമ്മുടെ തേങ്ങാപ്പാൽ പുലാവ് റെഡി ആയിട്ടുണ്ട്. ഈ തേങ്ങാപ്പാൽ പുലാവിൻ്റെ കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് ബീഫ് റോസ്റ്റ് ആണ്. ബീഫ് റോസ്റ്റോ അല്ലെങ്കിൽ ബീഫ് ഫ്രൈയോ, ബീഫിൻ്റെ എന്തെങ്കിലും കറി വേണ്ടെന്ന് തോന്നുന്നു. ബീഫിൻ്റെ എന്തെങ്കിലും, ബീഫ് റോസ്റ്റ് അല്ലെങ്കിൽ ബീഫ് ഫ്രൈ, ഇതാണ് കേട്ടോ. ഒന്ന് ചെയ്ത് നോക്കണം, അടിപൊളി. ഉള്ളിയും ഫ്രൈ ചെയ്യില്ലേ, അത് ഫ്രൈ ചെയ്ത് വേണേൽ എയർ ടൈറ്റ് കണ്ടെയ്നറിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. ഒരു
4 to 5 days അത് അങ്ങനെ തന്നെ ഇരിക്കും. പിന്നെ തേങ്ങാപ്പാലാണെങ്കിലും തേങ്ങാപ്പാലും നിങ്ങൾക്ക് എടുത്ത് ഫ്രിഡ്ജിൽ വെക്കാൻ പറ്റും കേട്ടോ. ഒരു 3 ദിവസം വരെയൊക്കെ ഇരിക്കും. അപ്പോൾ എളുപ്പമല്ലേ തേങ്ങാപ്പാലും അതുപോലെ ഉള്ളി ഫ്രൈ ഇത് ഇത്രയല്ലേ ഉള്ളൂ ഇതിൻ്റെ അകത്ത് വരുന്നുള്ളൂ, എക്സ്ട്രാ വരുന്നുള്ളൂ. ഇതൊക്കെ നമ്മൾ നേരത്തെ ഫ്രിഡ്ജിൽ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അന്ന് രാവിലെ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോകുന്ന അന്ന് രാവിലെ നമുക്കിത് ഉണ്ടാക്കി കൊടുത്താൽ, അല്ലെങ്കിൽ ആരെങ്കിലും വരുന്ന ദിവസം നമുക്ക് ചെയ്ത് വെക്കാൻ പറ്റുന്ന ഒരു റൈസാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്യണം. എന്താ പറയുക, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, വീഡിയോസ് ഷെയർ ചെയ്യണം. ഇനിയും റെസിപ്പി ആയിട്ട് ഇനി വരും ദിവസങ്ങളിൽ കാണാം. അപ്പം ടാറ്റ.